അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDF-ന്റെ നേതാക്കന്മാരായ പണക്കടി തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പ്, അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ്, CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും, അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകൾ, അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എന്താ പറയുക, കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ 10 ദിവസമോ, ഞാൻ 100 ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോന്നിരുന്നത് മിനിമം. കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത്. കാരണം ഏതൊക്കെ കേസുകൾ, നാട് മുഴുവൻ FIRകളാണ്. അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത്, പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം. അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ്. സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തിരിച്ചടി മാത്രമേ ഉള്ളൂ, അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത്? സർക്കാർ ഞാൻ പറഞ്ഞില്ല, സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ആവശ്യം ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായി തോന്നും. CPM അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ RSS നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് പിണറായി പറയുന്നത്. എന്തിനേറെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തു നിന്ന് അകത്തി. LDF-നോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും അകർന്നുകൊണ്ടിരിക്കുകയാണ്.